ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻ ഹൗസിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്കറിയാം, രോഹിത്തും ഫാമിലിയായിട്ടുള്ള പ്രശ്നമാണ്. രോഹിത്ത് സഹോദരി റോഷിനിയായിട്ടുള്ള പ്രശ്നങ്ങളെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഈ നമ്മുടെ ഫാമിലി പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ്, എല്ലായിടത്തും സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫാമിലി പ്രശ്നത്തിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം രോഹിത്ത് ഒരു വീഡിയോ ചെയ്യുകയും സ്വന്തം പെങ്ങളെക്കുറിച്ച് കുറച്ച് മോശം പരാമർശമൊക്കെ നടത്തിയിട്ട് അയാൾ വീട്ടിൽ കൊടുത്ത പൈസയുടെയൊക്കെ കണക്ക്, ഗൂഗിൾ പേയുടെ കണക്കൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു. അതിനുശേഷം ആ അമ്മയുടെയും സഹോദരിയുടെയും ഇൻ്റർവ്യൂ കാണാൻ ഇടയായി. അപ്പോൾ ഇത് ഒരു കുടുംബ പ്രശ്നത്തിനെ വ്ളോഗ് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ രോഹിത്തൊക്കെ അതിനെ കുറച്ചുകൂടെ ഇഴകീറി നാട്ടുകാർക്കിടയിലേക്ക് അവതരിപ്പിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ക്ലീനിങ് കമ്പനി വളരെ ആകാംക്ഷയോടെ, വളരെ ഇൻസ്പയർഡ് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട് തുടങ്ങുന്ന ഒരു രോഹിത്ത് ഉണ്ടായിരുന്നു. ആ രോഹിത്തിനെയാണ് മലയാളി പ്രേക്ഷകരൊക്കെ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലീനിങ് വീഡിയോസും ഒരു സമയത്ത് വളരെ കഷ്ടപ്പെട്ട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ഒരു പേജായിരുന്നു അത്. അപ്പോൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് ആ സംരംഭത്തിനെ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ അതിനെ മാർക്കറ്റ് ചെയ്യുകയും അതിൻ്റെ സാധ്യതകൾ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്ത നല്ലൊരു എൻ്റർപ്രണറാണ്, നല്ലൊരു സ്റ്റാർട്ടപ്പാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. അപ്പോൾ അതിനുശേഷം സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുകയും പിന്നെ നമ്മൾ ഇൻ്റർവ്യൂസിലെ വിവാദങ്ങളും ഇങ്ങനെയുള്ള വിവാദങ്ങളിലുമാണ് രോഹിത്തിനെ കാണുന്നത്. ഈ സെയിം സമയത്ത് രോഹിത്തിലെ ആ സ്റ്റാർട്ടപ്പ് ചെയ്ത എൻ്റർപ്രണറിന് ഇതിനേക്കാളും ഒരുപാട് ശോഭനമായ ഒരു ഫ്യൂച്ചറാണ് ഉണ്ടായിരുന്നത്. ഒരു 5-6 ബ്രാഞ്ചസ് ഒക്കെ കേരളത്തിൽ തുടങ്ങാനും അല്ലെങ്കിൽ നല്ലതായിട്ട് ഒന്ന് അതിനെ വ്യാപിപ്പിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയുമുള്ള ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ വിവാദങ്ങളിലൂടെ രോഹിത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. രോഹിത്ത്, നിങ്ങളുടെ ഫാമിലി ആയിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടം. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തി, അനുജത്തെക്കുറിച്ചുള്ള മോശം പരാമർശം ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ പക്വതയില്ലായ്മയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും ഒരു അനിയത്തിയെക്കുറിച്ചൊന്നും ഇത്രയും മോശമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഒരു സഹോദരനെ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് തിരുത്തലോടുകൂടി ഇപ്പോൾ അമ്മയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും താങ്കൾ വളരെ മോശമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നടത്തുന്നത്. താങ്കളുടെ ഭാര്യയ്ക്കൊപ്പം ഇരുന്നുള്ള നിങ്ങളാണ് ആദ്യം വീഡിയോസ് ചെയ്യുന്നത്, പിന്നെയാണ് ഇൻ്റർവ്യൂസും മറ്റുമൊക്കെ പുറത്തു വരുന്നത്. എനിവേ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൻ്റാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ പുതിയ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ ആൾക്കാർക്ക് പുതിയ കണ്ടൻ്റാക്കാൻ ഇട്ട് കൊടുക്കാതെ പഴയതുപോലെ നിങ്ങളെല്ലാവരും ചേർന്നുള്ള വീഡിയോസ് നിങ്ങളുടെ പേജിൽ ഉണ്ടാകട്ടെ. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ സോൾവ് ചെയ്യുക. ഫാമിലി ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് മനസ്സിലാക്കുക. താങ്ക് യു ഓൾ.